ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയിൽ നിന്നും ജോർജ് കുര്യനിൽ നിന്നും അനുകൂലമായൊരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു സാന്ത്വന വാക്കോ പോലും ഉണ്ടായില്ലെന്ന പരാതി ഉയർത്തുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. ക്രൈസ്തവരും BJPയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പാലമാകുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ആളാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അതേപോലെ ക്രൈസ്തവരുടെ വോട്ട് നേടി ജയിച്ച സുരേഷ് ഗോപിയിലും ഒട്ടേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. കിരീടം കൊടുത്തും മുട്ടിലിഴഞ്ഞും വോട്ടുകൾ വാരിക്കൂട്ടിയ സുരേഷ് ഗോപി മന്ത്രിയായപ്പോൾ സന്തോഷിച്ചവരാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ ഈ വിഷയത്തിൽ ഇവരുടെ നിലപാടുകൾ ഇപ്പോൾ ക്രൈസ്തവരെ ഞെട്ടിച്ചിരിക്കുകയാണ്. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനും സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല. സുരേഷ് ഗോപി മൗനം പാലിച്ചതിൽ സഭാപ്രവർത്തകർക്കിടയിൽ നീരസം ശക്തമാണ്. BJP സ്ഥാനാർത്ഥിയായിട്ട് പോലും വിശ്വാസികളുടെ വോട്ട് ഭേദപ്പെട്ട നിലയിൽ ലഭിച്ച ആളെന്ന നിലയിലുള്ള ക്രിയാത്മക പ്രതികരണം മന്ത്രിയിൽ നിന്നും ഉണ്ടായില്ല എന്നാണ് വിമർശനം. ഇരുവരുടെയും നിലപാടിൽ കടുത്ത വിമർശനമാണ് വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും ഉയരുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് സഭാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടുമില്ല. മന്ത്രിമാർക്ക് അവരുടെ പരിമിതികൾ ഉണ്ടെന്നാണ് സഭാ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമമുണ്ടായെന്നും അക്കാര്യം സഭാ നേതൃത്വത്തിന് അറിയാമെന്നുമാണ് BJP പറയുന്നത്. ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾ തെറ്റുകാരില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ആ വിഷയം അറിഞ്ഞത് മുതൽ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. കേരള BJPയിലെയും ഹിന്ദു സംഘടനകളിലെയും പല നേതാക്കൾക്കും കടുത്ത എതിർപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബന്ധപ്പെടുകയും കന്യാസ്ത്രീകൾ മോചിതരായ ദിവസം അവരെ പാർപ്പിച്ചിരുന്ന ജയിലിൽ എത്തുകയും ചെയ്തിരുന്നു. ഛത്തീസ്ഗഡിലെ BJP സർക്കാരിൻ്റെ നടപടിയിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കുണ്ടായ കടുത്ത അതൃപ്തിയും പ്രതിഷേധവും പരിഹരിക്കുന്നതിന് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായും CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായും രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പ് ഹൗസിൽ പോയി ചർച്ച നടത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ സഭാ നേതൃത്വം തയ്യാറാകാത്തത്. പക്ഷേ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പറയാനുള്ള ശ്രമം പോലും കേന്ദ്ര മന്ത്രിമാർ നടത്തിയില്ല എന്നതിൽ വിശ്വാസികൾക്ക് കടുത്ത അമർഷമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വന്ന് കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ CBCI അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനോട് സുരേഷ് ഗോപി വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അതിന് ഉത്തരം നൽകിയില്ല. സുരേഷ് ഗോപിയുടെ നിലപാടിൽ കടുത്ത വിമർശനമാണ് വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഉയരുന്നത്. എന്നാൽ സുരേഷ് ഗോപിയോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സുരേഷ് ഗോപിയിൽ നിന്നും ശ്രമം ഉണ്ടായെന്നാണ്.